മാവേലിക്കരയിലെ താമരക്കുളം പഞ്ചായത്തിലേക്ക് പോയാൽ അവിടെ SDPI കോൺഗ്രസ് കൂട്ടുകെട്ടും, മറ്റത്തൂരിൽ BJP കോൺഗ്രസ് ആണ് എങ്കിൽ മാവേലിക്കരയിലെ താമരക്കുളം പഞ്ചായത്തിലേക്ക് വന്നാൽ SDPI കോൺഗ്രസ് കൂട്ടുകെട്ടാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലാണ് SDPIയും കോൺഗ്രസും പരസ്പരം സഹായിക്കാൻ തീരുമാനിച്ചത്. ഷാജഹാൻ ചേരുന്നു. ഷാജഹാൻ, ഈ പരസ്പരം സഹായിക്കാൻ തീരുമാനിച്ചതെന്ന് പറഞ്ഞാൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചു? SDPIയുടെ പിന്തുണയോടെ കോൺഗ്രസ് ജയിച്ചു എന്നാണോ? എന്താണ് അതിന്റെ വിശദാംശം? തീർച്ചയായിട്ടും ശരത്ത് 7 LDF, 7 UDF, 3 BJP, 1 SDPI. ഇതാണ് അവിടുത്തെ കക്ഷിനില. മൊത്തം 16. ഇതിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കോൺഗ്രസിന്റെ 2 ചെയർമാൻ സ്ഥാനം ലഭിച്ചു. അതിൽ സഹായിച്ചത് SDPIയുടെ ഒരു വോട്ടാണ്. BJP വിട്ടു നിൽക്കുകയായിരുന്നു. അതിനുശേഷം ഈ SDPIക്കാരനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി എന്ന് പറയുമ്പോഴാണ് നമുക്കതിന്റെ ഒരു തീവ്രത മനസ്സിലാകുന്നത്. കാര്യം ഇവർ 7 പേരും ആ SDPIക്കാരന് വേണ്ടിയിട്ട് കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്തു. 7 കോൺഗ്രസ് അംഗങ്ങളും ഈ SDPIക്കാരന് വേണ്ടി താമരക്കുളം പഞ്ചായത്തിൽ വോട്ട് ചെയ്തു എന്നാണോ? വോട്ട് ചെയ്തു. അദ്ദേഹം ചെയർമാനായി. അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ കൃത്യമായ സഹകരണം അല്ലേ? പരസ്പര സഹായം, അറിഞ്ഞുകൊണ്ടുള്ള സഹായം, അല്ലാതെ അറിയാതെ സംഭവിച്ചു. സാധാരണ പറയാറുണ്ട് SDPI പിന്തുണ ചില ഘട്ടങ്ങളിൽ ചില പഞ്ചായത്തിലൊക്കെ ഇങ്ങനെ SDPI പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം വന്നാൽ അതിനുശേഷം തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ രാജിവെക്കുന്ന ഒരു പതിവുണ്ട്. ഇവിടെ കോൺഗ്രസ്സുകാർ രാജിവെച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു SDPIക്കാരനെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനാക്കുന്നതിന് വേണ്ടി കോൺഗ്രസിന്റെ 7 വോട്ടുകളും SDPIക്ക് വേണ്ടി ചെയ്തു എന്നുകൂടിയാണോ താമരക്കുളത്തെ വളരെ പ്രധാനപ്പെട്ട ഈ വിവരം? തീർച്ചയായിട്ടും 7 പേര് വോട്ട് ചെയ്തുകൊണ്ട് SDPIക്കാരനെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാക്കി. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാകാനായിട്ട് SDPIയുടെ വോട്ട് വാങ്ങുകയും ചെയ്തു. ഇതാണ് ഇപ്പോൾ താമരക്കുളം പഞ്ചായത്തിൽ നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം.